ചരിത്രമറിയുമായിരുന്നില്ല. കേരളത്തിന്റെ മണ്ണിൽ പണ്ഡിതന്മാരില്ലാത്തത് കൊണ്ടല്ല. നോക്കൂ, പാണ്ഡിത്യത്തിന്റെ പേര് പറഞ്ഞ്, ജമിയത്തുൽ ഉലമകളുടെ പേര് പറഞ്ഞ് അടികൂടുന്ന നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. ആ മണ്ണിൽ നിന്ന് അവിടെ ജീവിച്ച ഒരുപാട് കാലം, 40 വയസ്സിൽ ഗൾഫിൽ വന്നവർ, 25 വയസ്സിൽ ഗൾഫിൽ വന്നവർ, 35ാമത്തെ വയസ്സിൽ ഗൾഫിൽ വന്നവർ, 35 വയസ്സുവരെ വിവിധ സംഘടനകൾ ഒന്നിച്ചു വർക്ക് ചെയ്യുന്ന, പെരുമ്പറ നടിക്കുന്ന കേരളത്തിന്റെ മണ്ണിൽ 10 ആയത്ത് മനഃപ്പാടമാക്കാൻ ഈ പണ്ഡിതന്മാരെല്ലാം ഉണ്ടായിട്ട് സാധിക്കാതെ ജീവിതത്തിന്റെ വംശൂഫി മനാക്കിബിഹ വകുലൂ മിർ റിസ്ക് തേടി ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഖത്തറിന്റെ മണ്ണിൽ വന്നതിന് ശേഷമാണ് അള്ളാഹുവിന്റെ ഖുർആൻ എന്താന്ന് മനസ്സിലായത്, പ്രവാചകന്റെ ഹദീസ് എന്താന്ന് മനസ്സിലായത്, പഠിക്കാൻ അവസരമുണ്ടായത്. പക്ഷപാതിത്വമില്ലാതെ, ഏറ്റക്കുറവുകളില്ലാതെ, പുരോഹിതന്മാരുടെ കരാളാസങ്ങളിൽ പെട്ടുപോകാതെ സ്വതന്ത്രമായി അള്ളാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ ഇവിടെ സൗഭാഗ്യമുണ്ടായി എന്നതാണ് നമുക്കൊക്കെ ഉണ്ടായ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മൾ എന്താ ഗൾഫിനെ ഇഷ്ടപ്പെട്ടത്? പലപ്പോഴും 5 വക്ത് നിസ്കാരം കൃത്യമായി നടക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യം. എല്ലാവിധ ദഅവാ സംരംഭങ്ങൾക്കും നാട്ടിലുള്ളതിനേക്കാൾ പങ്കുവഹിക്കാൻ ഇവിടെ സാധിക്കുന്നു എന്ന കൃതാർത്ഥത, എല്ലാ കാലത്തേക്കാളും സമ്പത്ത് ചെലവഴിക്കാൻ, സദക്ക ചെയ്യാൻ, സക്കാത്ത് കൊടുക്കാൻ, ദാനധർമ്മങ്ങളിൽ ഏർപ്പെടാൻ ഗൾഫ് കാലത്ത് കഴിയുമെന്ന നമ്മുടെ ചിന്ത, ഇതെല്ലാം നമ്മളെ നയിക്കുമ്പോഴും നാം ആലോചിക്കുക, എത്ര ഖുർആനുമായി നമ്മുടെ ബന്ധം എന്താണ്? ഖുർആനിനോടുള്ള നമ്മുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ നമ്മെ നയിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തെ ഖുർആൻ നേരെ ചൊവ്വേ കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ നടന്നു പോകുന്ന വഴികളിൽ 4 സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ എങ്ങനെ നടന്നു പോകണം എന്ന് ഖുർആനിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരായി ഞാൻ നടക്കാൻ പാടില്ല. ഞാൻ ഇന്നലെ ഒരു കച്ചവട സെന്റർ ഉദ്ഘാടന സന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുകയും അവിടുത്തെ പ്രവർത്തകരോട് വളരെ കൃത്യമായി പറഞ്ഞ ഒരു പോയിന്റ്, അള്ളാഹു പഠിപ്പിച്ച പോലെ കച്ചവടം നടത്തുകയും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചൊരിയും. അക്രമവും അതുപോലെ അളവിലും തൂക്കത്തിലും കൃത്രിമത്വവും കാപട്യവും കൈമുതലാക്കിയാൽ താൽക്കാലികമായി ലാഭമുണ്ടാകും. പക്ഷേ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്ന ആയത്തുണ്ടല്ലോ, 83-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമുണ്ടല്ലോ, ലോകരക്ഷിതാവായ നാഥന്റെ മുമ്പിൽ ലോകത്തെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ മഅ്ശറയുണ്ടല്ലോ, ഭയാനകരമായ മഅ്ശറ. ആ മഅ്ശറയിൽ ഞാനും നിങ്ങളും വരേണ്ടി വരും. ഈ ബോധ്യം ഖുർആനാണ് നമുക്ക് നൽകിയത്, അല്ലേ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്നത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് എന്നിട്ട് കോടികൾ സമ്പാദിച്ച് അറ്റാക്കിലോ ആക്സിഡന്റിലോ സൈലന്റ് അറ്റാക്കിലോ മരിച്ച് അയാളെ പള്ളിക്കാട്ടിലെ ഖബറിൽ കൊണ്ടുപോയി അയാളെ ഖബറടക്കിയതിന് ശേഷം കത്തപ്പുര സൃഷ്ടിച്ച് അവിടെ വൈലുല്ലിൽ മുത്തഫിഫീൻ ഓതുന്നതിന്റെ ദുരന്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് വമ്പിച്ച നാശം എന്ന ആയത്ത് ഓതേണ്ടത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച് മരിച്ച ഖബറും പുറത്തല്ല, ജീവിതകാലത്താണ്. ഇതാണ് നമ്മൾ പറയും. ഇത് മനസ്സിലാക്കാനാണ് ആളുകൾക്ക് സാധിക്കേണ്ടത്, അല്ലേ? സ്വന്തം മാതാവിന്റെ മാറത്ത് ചവിട്ടി, അമ്മിഞ്ഞപ്പാൽ നൽകിയ മാറിടത്തിൽ ചവിട്ടി, മാതാവിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് ചീറ്റി കൊന്ന ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ഉമ്മയെ തച്ചുകൊന്ന്, അമ്മിക്കുട്ടി കൊണ്ട് അടിച്ചുകൊന്ന് ഉമ്മാന്റെ കബറിടത്തിൽ ചെന്ന് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ എന്ന ആയത്ത് 17-ാം അധ്യായത്തിലെ 23-ാമത്തെ ആയത്ത് ഉമ്മാനെ ചവിട്ടിക്കൊന്ന് ഉമ്മാനെ കബറിൽ കൊണ്ടുപോയി കബറടക്കി അവിടെ ഓതേണ്ട ആയത്തല്ല. ജീവിതകാലത്ത് പഠിച്ച് ഉമ്മയോട് ചേ എന്ന വാക്കുപോലും പറയാതെ ഈ ആയത്ത് മനുഷ്യന് സ്വാധീനം ചെലുത്തണമെങ്കിൽ മുസ്ലിങ്ങളെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. ഖുർആൻ നമ്മെ നയിക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 1-ാമത്തെ വചനം. ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ, ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഓരോരുത്തരും ഈ വചനത്തിന്റെ പിന്നാലെ വന്നു നോക്കൂ. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. മനുഷ്യരെ മുഴുവനും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. ഇങ്ങനെ തല ഉയർത്തി നിന്ന് നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കും എന്ന് പറയാൻ ലോകത്ത് വേറൊരു വേദഗ്രന്ഥത്തിന് കഴിയില്ല. ബൈബിള് വായിക്കുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഇരുന്ന് ബൈബിളിന്റെ ചില ഭാഗങ്ങൾ വായിച്ചാൽ, അച്ഛാ ബൈബിൾ പൂട്ടിവെച്ചേക്കൂ, വായിച്ച് ആ പേജെത്തുമ്പോഴേക്ക് എന്റെ മുന്നിലിരിക്കുന്ന മക്കൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല, ഇത് മറച്ചു വെക്കേണ്ടതുണ്ട് എന്നൊരു ക്രിസ്ത്യാനിക്ക് തോന്നുന്നു. ഖുർആൻ അങ്ങനെ തോന്നുന്നില്ല. ഇല്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് ഉൽപ്പത്തി പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ നോഹ പ്രവാചകൻ മദ്യപിക്കുന്നു,
മദ്യപിച്ച് മത്തനാകുന്നു. ആലോചിച്ചു നോക്ക് നിങ്ങൾ. എന്നിട്ട് അദ്ദേഹം ഉടുതുണി ഉരിഞ്ഞു പോകുന്നു, നഗ്നനായിട്ട് കിടക്കുന്നു. മക്കൾ അദ്ദേഹത്തെ പിന്നോട്ട് ചെന്ന് അങ്ങോട്ട് നോക്കി ചെല്ലാതെ ഇങ്ങനെ ബേക്കിലേക്ക് നടന്നു എന്ന് സ്വന്തം പിതാവിന്റെ ഉടുതുണി ഉരിഞ്ഞു പോയത് അദ്ദേഹത്തെ ധരിപ്പിക്കുന്നു എന്ന് ബൈബിൾ വായിക്കുമ്പോൾ നമുക്കത് മടക്കി വെക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ മഹാനായ ദാവൂദ് നബി മട്ടുപ്പാവിൽ ഉലാത്തുകയും കുളക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ പെണ്ണിന്റെ നഗ്നഭാഗം ആസ്വദിക്കുകയും അവളെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തുകയും അവളെ സ്വന്തം ഇംഗീതത്തിന് വിധേയമാക്കുകയും അവരുടെ ഗർഭം സൈന്യാധിപന്റെ തലയിൽ വെച്ച് കെട്ടുകയും 5ഓളം നുണ പറയുകയും ഹറാമ് ചെയ്യുകയും ചെയ്ത ദാവൂദ് നബിയുടെ ചരിത്രം ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ മടക്കി വെക്കുന്നു. ഇല്ല, എന്റെ മോക്ഷത്തിന്റെ മാർഗം ബൈബിളിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് നമ്മൾ അറിയുന്നു. ഒരു ഭാഗത്ത് മനുസ്മൃതിയുടെ 9-ാം അധ്യായത്തിൽ കൃത്യമായ ഒരു വിവരണം തരുന്നു. അതേ വിഷയത്തിൽ 8-ാം അധ്യായത്തിൽ അതിനെതിരായ വാക്കുകൾ തരുന്നു. അവിടെയും നമ്മൾ മടക്കി വെക്കുന്നു. ഖുർആനിന്റെ അവസ്ഥയതല്ല. ഖുർആനിന്റെ അവസ്ഥ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 4-ാം അധ്യായം 82-ാമത്തെ വചനമാണ്. അള്ളാഹുവിന്റെ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നല്ല ഈ ഗ്രന്ഥമെങ്കിൽ നിങ്ങൾക്കതിൽ ഇഖ്തിലാഫൻ കസീറ, ധാരാളം വൈരുദ്ധ്യങ്ങൾ. വൈരുദ്ധ്യങ്ങൾ തെല്ലും കടന്നു വരാത്ത റബ്ബിന്റെ കലാം. അതാണ് ഖുർആനിന്റെ ഒരു പ്രത്യേകത. ഖുർആനിന്റെ ഒരു പ്രത്യേകത അതാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഹൃദയഹാരിയായി തുറന്നു പറയാൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു എന്ന് ഖുർആൻ സ്വയം അവകാശപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു ദാർശനികന്റെ, ഏതെങ്കിലും ഒരു ചിന്തകന്റെ, ഏതെങ്കിലും ഒരു രചന കയ്യിലെടുത്തിട്ട് ഇത് നിങ്ങളെ പൂർണ്ണമായ സത്യത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയാൻ മാനവ ചരിത്രത്തിൽ ഇന്ന് വരെ ധൈര്യമുണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ല പറയുന്നത് എന്താണെന്നറിയോ? ചൊവ്വായതിലേക്ക് നയിക്കുന്നു എന്നല്ല, ഏറ്റവും ചൊവ്വായതിലേക്ക്, ഇതിനേക്കാൾ ബെറ്ററായ, ഇതിനേക്കാൾ കവിച്ചു വെക്കുന്ന ഒന്നിനെ അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കുന്നാണ് ഖുർആൻ 2 സ്ഥലങ്ങളിൽ 9-ാം അധ്യായം 31-32 വചനങ്ങളിലും 61-ാം അധ്യായം 7-8-9 വചനങ്ങളിലും അള്ളാഹു പറയുന്ന വാക്കെന്താ? അലദ്ദീനി കുല്ലിഹി. സകല ദർശനങ്ങളെയും സകല ആശയങ്ങളെയും അതിജയിക്കുന്ന ഗ്രന്ഥം അതാകുന്നു വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ഖുർആനിന്റെ 17-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക് നോക്കൂ. ഭാര്യയോട് എങ്ങനെ പെരുമാറണം, അതിന് ഏറ്റവും ചൊവ്വായ റൂട്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് തന്നു. സാമ്പത്തികമായി എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കണം, കൃത്യമായ റൂട്ട്. എങ്ങനെ ഭാര്യയെ പിരിച്ചുവിടണം, തലാഖ് ചെല്ലണം, ദിവസം നടത്തണം, അവിടെ മാനിക്കേണ്ട മര്യാദ എന്ത്? അള്ളാഹു അവിടെ പറയുന്നത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് എന്നാണ്. സൂറത്ത് ബഖറ പരിശോധിച്ചാൽ കാണാം 130, 231, 230, 229 തുടങ്ങി ഉള്ള വചനങ്ങളിൽ ഈ വിഷയം പറയുന്നിടത്തെല്ലാം ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തരമായ ഉപദേശമാകുന്നു എന്നാണ്. നിങ്ങൾക്കറിയുമോ കേരള ജനത അനുഭവിച്ച ദുരന്തങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? പൗരോഹിത്യത്തിന്റെ കരാളാസങ്ങളിൽ ഞെരിഞ്ഞമർന്ന ഇന്നലകളുടെ കഥയല്ല ഇന്ന് കേരളത്തിന്റെ കഥ. ഇന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, പ്രവാചക വചനങ്ങൾ ജനമനസ്സുകളിൽ ചിന്തയുടെ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് 1000 ആളുകൾ വേഗത്തിൽ ഓടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ എന്തൊന്നാണോ മതത്തിൽ നിന്ന് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചത് അത് മുജാഹിദ് പ്രസ്ഥാനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചത് സ്വാത്വികന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ തുറന്നു തന്ന ഖുർആനിന്റെ വഴിത്താരയാണ്. ദുർവ്യാഖ്യാനമില്ലാത്ത, തന്നിട്ടങ്ങളെ പിൻപറ്റാത്ത, പാർട്ടിക്ക് വേണ്ടി ദുർവ്യാഖ്യാനിക്കാത്ത, ഓരോരുത്തരുടെ വൈയക്തിക താല്പര്യങ്ങൾക്കും കൗടംബിക താല്പര്യങ്ങൾക്കും പ്രാസ്ഥാനിക താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാത്ത ഇസ്ലാഹി പ്രസ്ഥാനം എന്നും സ്വീകരിച്ചു പോന്ന സലഫുകളുടെ, സച്ചരിതരുടെ ആ ലൈനുണ്ടല്ലോ, ആയിരങ്ങളെ ഹഠാതാകർഷിച്ചു പോന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലൈൻ അല്ലേ? ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ വലിയ സ്ക്രീനുമായി പണ്ഡിതന്മാർ റോട്ടിലിറങ്ങി ആ സ്ക്രീനുകളിൽ കുറെ ക്ലിപ്പിങ്ങുകൾ അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് ഒരൊറ്റ ആയത്ത് 4 മണിക്കൂർ ക്ലിപ്പിംഗ് ഇട്ട് പ്രസംഗിക്കുന്ന ഏതെങ്കിലും ഒരു സമസ്ത പുരോഹിതന്റെ നാവുകളിൽ നിന്ന് ഒരായത്ത് പൂർണ്ണമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
മുസ്ലിങ്ങളെ, ഇവിടെ പങ്കെടുക്കുന്നവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഹദീസ് പൂർണ്ണമായി അവരിലെ ഏറ്റവും വലിയ പണ്ഡിതൻ മുതൽ അവരിലെ താഴേക്കിടയിലുള്ളവർ വരെ